ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വീഡിയോ. ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ എമ്പുരാൻ കാണാൻ പോവാണ്. നമ്മൾ നിൽക്കിടത്ത് 130 കിലോമീറ്റർ അകലെയാണ് എമ്പുരാൻ കാണാൻ പോകുന്നത്. ഇപ്പോൾ ട്രെയിൻ വരുന്നുണ്ട്. ഇപ്പോൾ ട്രെയിനിൽ കയറി വേണം പോകാൻ. അവിടെ ചെന്ന് ഒരു ദിവസം റൂം എടുത്ത് താമസിച്ചാലേ നമുക്ക് നാളെ തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. രാത്രി 8 മണിക്കാണ് ഷോ. അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, വോയിസ് റെക്കോർഡായിട്ടില്ലായിരുന്നു. ഞാൻ വീഡിയോ എടുത്തിൽ കുറേ ഇടത്തുണ്ട് അങ്ങനെ റെക്കോർഡാകാത്തത്. അപ്പോൾ അങ്ങനെയുള്ളത് ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്യുവാണ്. ഇനി അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഗഡാൻസ് എത്തി. ഇനി നമ്മൾ റൂമിലോട്ട് പോകണം. റൂം അവിടെ നടത്തില്ല. റൂം തപ്പി കണ്ടുപിടിക്കാനുള്ള തത്രപ്പാടിലാണ്. കൂട്ടുകാർ ഫ്രണ്ടിൽ നടന്നു പോയിട്ടുണ്ട്. അങ്ങനെ പുറകെ വീഡിയോ എടുത്ത് പതുക്കെ നടന്നു പോവാണ്. ഇവിടെ ഒരുപാട് മലയാളീസ് ഉണ്ട് കേട്ടോ ഗഡാൻസ്കിൽ. നമുക്ക് കാണാം കുറേ പേരെ. അവർ സിഗ്നൽ ക്ലോസ് ചെയ്ത് പോയി. ഞാൻ ചെല്ലാറായപ്പോഴത്തേക്ക് സിഗ്നൽ വീണ്. ഇനി നടക്കാനുള്ള സിഗ്നൽ വീണാലേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. റെഡ് ലൈറ്റ് കിടക്കും. ഇപ്പം ഈ കാണുന്ന മഞ്ഞ ബട്ടണില്ലേ, ഇതേ പിടിച്ച് നമ്മൾ പ്രസ് ചെയ്യുമ്പോഴേ നമുക്ക് നടക്കാനുള്ള അവിടെ സിഗ്നൽ വീഴത്തുള്ളൂ. അപ്പോൾ അവിടെ ചുവപ്പ് കത്തി കിടക്കുന്നത് പച്ച വീഴുമ്പോഴേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഈ ബട്ടണിൽ പിടിച്ച് വെക്കണം, ആ വട്ടം കറങ്ങുന്ന ചുമന്ന ലൈറ്റ്. പക്ഷെ അത് നല്ല കാര്യം കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ വന്നാൽ കുറച്ചുകൂടെ ഡിസിപ്ലിനാണ് ആൾക്കാർ. നമ്മൾ ഇനി റൂമിലോട്ട് പോകണം. നല്ല തിരക്കാണ് റോഡിൽ. സിഗ്നൽ വീണാലേ പോകാൻ പറ്റത്തുള്ളൂ. പച്ച കത്തിയ സിഗ്നൽ വീണ് നമ്മളിനി അങ്ങോട്ട് പോവാണ്. ഇവിടെ എല്ലാം ചെറിയ ട്രാം അങ്ങനെയുള്ള കാര്യങ്ങൾ ആൾക്കാർ കൂടുതൽ പബ്ലിക് ട്രാവലിങ്ങിനായിട്ട് ആശ്രയിക്കുന്നു. ട്രാം, ട്രെയിന്, ബസ്സും ഉണ്ട്. എന്നാലും കൂടുതൽ ട്രാമാണെന്ന് തോന്നി ഈ ടൗൺ ഏരിയകളിലൊക്കെ. നമ്മളങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തെത്തി. ഇനി റൂമിലോട്ട് നടക്കുക. അവരങ്ങ് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഇവിടുത്തെ മരങ്ങളൊക്കെ കണ്ടോ, ഇല ഒടിച്ചിരിക്കുക. ഈ തണുപ്പാലം കഴിഞ്ഞതിൻ്റെ ഇനി കുറച്ചുകൂടെ ഒരു മാസം കൂടെ കഴിയുമ്പോൾ ഇതെല്ലാം നല്ല ഇല വന്ന് നല്ല പച്ചപ്പാകും ഇവിടെ എല്ലാം കാണാൻ. ഇവിടെ എല്ലാം നല്ല വൃത്തി കേട്ടോ. റോഡിലൊന്നും ആരും ഒരു മുട്ടായിക്കറ് പോലും ഇട്ടിട്ടില്ല. ഇപ്പം സമയം ഏകദേശം 7 മണി അടുത്തായി. എന്നിട്ട് ഇവിടെ വെളിച്ചമുണ്ട് കണ്ടോ. ഈ റൂമിൻ്റെ അവിടെ ചെന്നിട്ട് റൂമിൻ്റെ അടുത്ത കാഴ്ചകളൊക്കെ കാണിക്കും. ഇവിടുത്തെ വീടുകളുടെ മതിൽ കണ്ടോ, ഇതുപോലെ കമ്പി വെച്ച് കെട്ടിയേക്കുമല്ല, വേലി പോലെ മതിൽ കെട്ടിയേക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ അടച്ചു പൂട്ടിയിടത്തില്ല വരും. മിക്ക വീടും അങ്ങനെ തന്നെ. എന്നിട്ട് അതിൽ എന്തെങ്കിലും ചെടികളോ വള്ളിച്ചെടി പോലെ എന്തെങ്കിലും കാര്യങ്ങളോ അങ്ങനെയൊക്കെ പടർത്തി വിടും. ഇവിടെ മിക്ക വീടുകൾക്കും മതിലുകളില്ല, ഇതുപോലുള്ള വേലി പോലെ സാധനങ്ങളാണ്. ഫ്രണ്ട്സ്, അമ്മ ഇപ്പോൾ എമ്പുരാൻ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കും എങ്ങനെയുണ്ട് അഭിപ്രായം എന്ന് പടത്തിൻ്റെ. ബ്രോ, പടം കണ്ടായിരുന്നു? പിള്ളായിരുന്നു ബ്രോ, പടം കണ്ടായിരുന്നു? പടം കുഴപ്പമില്ല, നല്ല പടം. പടം കണ്ടായിരുന്നു? പടം കണ്ടായിരുന്നു? പടം കണ്ടായിരുന്നു? ബ്രോ, പടം കണ്ടായിരുന്നു? ആ, പടം കണ്ടായിരുന്നു? പൊളി പൊളി. ആ ബ്രോ, പടം കണ്ടായിരുന്നു? ചുമ്മാ എടുത്തുകാരനെ ഫാൻസാണോ? ഫാനൊന്നുമല്ലടാ, ചുമ്മാ ഒരു ചാനൽ തുടങ്ങി അപ്പൊ എടുക്കാൻ വേണ്ടിയാ. സിനിമ ആ സിനിമയുടെ വീഡിയോ അടിക്കുക. പടം നല്ല പടമാണ്. ആ ക്യാമറ അടിപൊളിയാണ്. ആ പൃഥ്വിരാജിന്റെ സംവിധാനം അടിപൊളിയായി. ആ ഞങ്ങളിപ്പോ ഒരു 2.5 മണിക്കൂർ യാത്ര ചെയ്തിട്ട് ഇവിടെ എത്തണേ പോലീസ് സ്റ്റേഷനിൽ. ആ നമ്മൾ 2 മണിക്കൂർ തന്നെ 100 സെറ്റ് ആയിട്ട്. ഓക്കെ ഓക്കെ ബ്രോ, പടം കണ്ട്? ആ ബ്രോ, പടം കണ്ടായിരുന്നു? പൊളി. ബ്രോ, പടം കണ്ടായിരുന്നു? പടം നല്ല സൂപ്പർ പടമല്ലേ? നിങ്ങളോട് ഉണ്ടായിരുന്നോ? അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ സിനിമയെല്ലാം കണ്ടു കഴിഞ്ഞ് റൂമിൽ വന്നേക്കുവാണ്. സിനിമ കൊള്ളത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല, കൊള്ളാം. ഞാൻ വീഡിയോ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തതിൻ്റെ കാര്യം പറഞ്ഞില്ല. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ഒരു ചേട്ടനെ കണ്ടല്ലോ, ആ പുള്ളി ഞാനും ഒരുമിച്ചാണ് ഇവിടെ വന്നത്. ഞങ്ങളിപ്പോൾ 3 വർഷത്തിന് ശേഷം കണ്ടതാണ്. അപ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ അന്നേരം വീഡിയോ ഓഫ് ആക്കിയത്. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കൂടുതൽ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്, പക്ഷേ എന്തൊക്കെ ഒരു കുറവുകളുള്ളത് നമുക്ക് തോന്നുന്നുണ്ട്. നമ്മൾ ഒരുപാട് പ്രതീക്ഷയാണ് പോയത്. ആ പ്രതീക്ഷക്കത്തുള്ള സിനിമ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലയെന്നേ ഞാൻ പറയത്തുള്ളൂ.
എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്, എല്ലാവരുടെയും ആയിരിക്കുമല്ലോ, എല്ലാവർക്കും ആ അഭിപ്രായം ആയിരിക്കില്ല. സിനിമ 100 കോടി ക്ലബ്ബിൽ കയറിയിട്ടുണ്ട് സന്തോഷം 48 മണിക്കൂറിനുള്ളിൽ. അത് ലാലേട്ടനോടും പൃഥ്വിരാജ് എന്ന സംവിധാനത്തോടുമുള്ള ജനങ്ങളുടെ ട്രസ്റ്റാണ്. അവർ ചെയ്താൽ ഇത് നന്നാകും എന്നുള്ള ട്രസ്റ്റ്. പക്ഷെ ആ ട്രസ്റ്റ് 100% അവർക്ക് വലിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ലെന്നേ പറയത്തുള്ളൂ. കാരണം നമ്മൾ രാഷ്ട്രീയം കാണാനല്ല സിനിമ കാണാൻ പോകുന്നത്, നമുക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ്. ഇത് കൂടുതൽ രാഷ്ട്രീയം ഫോക്കസ് ചെയ്തുള്ള സിനിമയാണെന്ന് തോന്നി നമുക്ക്. തേർഡ് പാർട്ട് ഇറങ്ങുമ്പം ശരിയാകുമായിരിക്കും ചിലപ്പം. പക്ഷെ ഇപ്പം നമുക്കൊരു രാഷ്ട്രീയ പടമായിട്ടാണ് ഇത് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തോന്നിയില്ല പടം. എൻ്റെ മാത്രം അഭിപ്രായമാണ്, എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും, ഇഷ്ടപ്പെടാത്തവരുണ്ടായിരിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ സിനിമ പ്രതീക്ഷിച്ചതിൻ്റെ അകത്ത് എനിക്ക് കിട്ടിയിട്ടില്ല എൻ്റർടൈൻമെൻറ്റ്. സിനിമ എന്നുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് കാണാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇവിടുന്ന്, ഞാനിപ്പോൾ പോളണ്ടിലാണല്ലോ, പോളണ്ടിൽ നിന്ന് ഞാൻ ഇപ്പം താമസിക്കുന്ന റൂമിൽ നിന്ന് 130 കിലോമീറ്റർ ദൂരെയാണ് സിനിമ നടക്കുന്നത്. അവിടെയാണ് നമ്മൾ ഒരു ദിവസം പോയി, രാത്രി 8 മണിക്കാണ് ഷോ. ഒരു ദിവസം പോയി അവിടെ സ്റ്റേ ചെയ്തിട്ടാണ് നമ്മൾ അവിടെ സിനിമ കണ്ടത്. രാത്രി 8 മണി to 11 മണിയാണ്. പിന്നെ രാത്രി ചെന്നിട്ട് വണ്ടിയൊന്നും കിട്ടത്തില്ല. അപ്പോൾ ആ ദിവസം നമ്മളവിടെ റൂം എടുത്ത് താമസിച്ച് ആണ് സിനിമ കാണാൻ പോയത്. നമ്മൾ ഇത്രയും പൈസ മുടക്കി പോയപ്പം 5000 വെച്ച് 4 പേർക്കാകുമ്പം തന്നെ 20,000 രൂപയ്ക്ക് അടുത്തായി. 20,000 രൂപ മുടക്കി ഈ പടത്തിന് പോയിട്ട് അത് മുതലായെന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. നമുക്കൊട്ടും എൻ്റർടൈൻമെൻറ്റ് കിട്ടിയിട്ടില്ല. എൻ്റെ മാത്രം അഭിപ്രായമല്ല, ഞാൻ എൻ്റെ റൂമിലുള്ള മറ്റുള്ള ആൾക്കാരോടും ചോദിച്ചായിരുന്നു, അവരും ഈ സെയിം അഭിപ്രായം എന്ന് പറഞ്ഞത്. ഒരാൾ മാത്രമേ ഉള്ളൂ കുഴപ്പമില്ലെന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്ക് ഒരേ അഭിപ്രായമായിരുന്നു. ലാലേട്ടനോടും പൃഥ്വിരാജിനോടുമുള്ള ട്രസ്റ്റിൻ്റെ പുറത്താണ് നമ്മൾ പോയത്. നമുക്ക് അതിനു വേണ്ടിയുള്ള എൻ്റർടൈൻമെൻറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾക്ക് പലർക്കും സിനിമ ഇഷ്ടപ്പെട്ടവരുണ്ടായിരിക്കാം. ഇതിൽ രാഷ്ട്രീയം വെച്ചൊന്നുമല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ എനിക്ക്, നമ്മൾ രാഷ്ട്രീയം കാണാനല്ല പോകുന്നത്, സിനിമ കാണാൻ എൻ്റർടൈൻമെൻ്റ് ഇട്ടാണ്. പക്ഷെ നമുക്കത് ഇവിടെ കിട്ടിയിട്ടില്ല. ഓക്കെ ഗൈസ്, ഇതാണ് എനിക്ക് പറയാനുള്ളത്. വീഡിയോയുടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയൊക്കെ ബൈ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് എഴുതുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. ഓക്കെ ബൈ.